ഹായ്, ഞങ്ങൾ ഞായറാഴ്ച കൂലി കാണാൻ പോയതാണ് കേട്ടോ. പോകുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. 8:05 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 8:30 ഷോ. കറക്റ്റ് ടൈമിലാണ് മഴയൊക്കെ നനഞ്ഞ് കുളിച്ച് ഞങ്ങൾ തിയേറ്ററിൽ എത്തുന്നത് കേട്ടോ. റെയിൻകോട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു, മുഖമൊക്കെ ആകെ ഫുള്ളും തുടയ്ക്കാൻ പോലും കിട്ടിയില്ല. പിന്നെ തിരിച്ച് വരുമ്പോൾ എന്തായാലും എന്നാൽ വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ട് വീഡിയോ എടുക്കുന്നതാണ്. അത് നല്ല മൂവിയായിരുന്നു കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ലൊരു സസ്പെൻസ് ത്രില്ലർ മൂവി. സൗബിനൊക്കെ അടിച്ച് പൊളിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഓൾ ഓവർ ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു സൗബിൻ്റെ. ഇത് നമ്മുടെ വടക്കേ സ്റ്റാൻഡാണ്. അപ്പോൾ രാത്രിയിലത്തെ വ്യൂ പറ്റുമെങ്കിൽ എടുത്തിട്ട് ഒരു വീഡിയോ ആക്കി ഇടാമെന്ന് കരുതി എടുത്തതാണ്. ഇതാണ് വടക്കേ സ്റ്റാൻഡ്. ഈ വടക്കേ സ്റ്റാൻഡൊക്കെ പുതുക്കി പണിതിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ അത്. അതിൻ്റെ ഉള്ളിലോട്ട് ഈ രാത്രി ഇപ്പോൾ എൻട്രൻസ് ഒന്നുമില്ല. പിന്നെ മുകളിലുള്ള ആ ഒരു ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് പണിതാണ്. അതുപോലെ തന്നെ തൃശ്ശൂർ റൗണ്ടിലും ഉണ്ട്. ശക്തൻ സ്റ്റാൻഡിൻ്റെ അവിടെ ഉണ്ട് ഒരു എന്താ പറയുക, ആകാശപാത എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ പുതിയത് വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇതൊക്കെ ഈ റോഡൊക്കെ ഇപ്പം ഈ വടക്കേ സ്റ്റാൻഡ് പണി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ രണ്ടാമത് ക്ലിയർ ചെയ്താണ്. അപ്പോൾ രാത്രി 11:45 ആ ടൈമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ വണ്ടികളും കാര്യങ്ങളൊന്നുമില്ല, തിരക്കൊന്നുമില്ല. പിന്നെന്താണ്, വരണ വഴിക്ക് ചേട്ടൻ പതുക്കെ വണ്ടി ഓടിക്കുള്ളൂ. അപ്പോൾ അത് കാരണം ചേട്ടനോട് പറഞ്ഞു, ചേച്ചിയുടെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്താണ് അനുഷയുടെ വണ്ടി ഓടിച്ചോളും, ഞാൻ എൻ്റെ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാനും ചേച്ചിയും കൂടെ എൻ്റെ വണ്ടിയിൽ പോന്നു. ചേട്ടനും ഹസ്ബൻഡും കൂടെ ചേട്ടൻ്റെ വണ്ടിയിൽ പോന്നു കേട്ടോ. അല്ലെങ്കിൽ കറക്റ്റ് സമയത്ത് സിനിമയ്ക്ക് എത്തില്ല. എനിക്കത് പകുതിയൊക്കെ ആകുമ്പോഴേ എത്തുള്ളൂ. ചേട്ടൻ ആക്ച്വലി ഞാൻ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ അവിടേക്ക് ടൗണിലേക്ക് ഒരു 20 മിനിറ്റ് അത്ര വേണ്ട. പക്ഷേ ചേട്ടൻ ഓടിച്ചു കഴിഞ്ഞാൽ അത് 1 അവർ എടുക്കും ഇവിടെ എത്താനായിട്ട്. ഇതാണ് നമ്മുടെ അശ്വിനി ജംഗ്ഷൻ കേട്ടോ. ഇവിടെയാണ് ശരിക്കും നമ്മുടെ മഴയൊക്കെ പെയ്യുമ്പം ഇവിടെ ഫുള്ളും അശ്വിനി ഹോസ്പിറ്റലിൽ ഫുള്ളും വെള്ളം കയറും. ഫുള്ളും ഈ ഭാഗത്ത് കുളം പോലെ കിടക്കുന്ന സ്ഥലമാണിത്. അത്രയധികം നല്ലോണം വെള്ളം കയറും ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞാൽ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അശ്വിനി ഹോസ്പിറ്റൽ. ഇതാണ് അശ്വിനി ജംഗ്ഷൻ. പക്ഷേ രാത്രി ആയതുകൊണ്ട് എത്രത്തോളം ഇതുണ്ടെന്നുള്ളത് എനിക്കറിയില്ല, ക്ലാരിറ്റി ഒന്നും അറിയില്ല. ഇതൊക്കെ മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ വശത്തേക്കൊന്നും പോകാൻ കൂടെ പറ്റില്ല, അത്രയധികം. ഇതാണ് അശ്വിനി കണ്ടോ, അശ്വിനി എന്നുള്ള ബോർഡ് കണ്ടോ. നമുക്ക് നേരെയാണ് പോകേണ്ടത്. പിന്നെ ഇപ്പുറത്തെ വശത്തേക്ക് വേറെ വഴി കൂടെയാണ്. എനിക്കിപ്പോഴും ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലോട്ട് വരിക എന്നുള്ള വഴി അറിയാമെന്നല്ലാണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല കേട്ടോ. ടൗണിലേക്ക് എപ്പോഴും വരുന്നുണ്ടെങ്കിലും. പിന്നെ എന്താണ്, പിന്നെ ഫുഡൊന്നും കഴിക്കാൻ ഞങ്ങൾ നിന്നില്ല കേട്ടോ. ആക്ച്വലി ഞങ്ങൾ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം പിന്നെ ഈ തട്ടുകടയിലൊക്കെ മുമ്പ് ഞങ്ങൾ ഫുഡ് കഴിച്ചിരുന്നു. ചേട്ടന് ഇപ്പോൾ ഈ വയ്യായികയൊക്കെ വന്നതിന് ശേഷം പൊതുവേ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണത്, അത് നോൺ വെജ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ കുറച്ചു, കാരണം പറ്റണില്ല. ഇപ്പുറത്തെ ഒരു സൈഡിലൊരു ഇപ്പോൾ പാസ് ചെയ്ത് പോയില്ലേ, അവിടെ ഒരു ഒരു തട്ടുകടയുണ്ട്. നല്ല തട്ടുകടയാണ്, നല്ല ഫുഡൊക്കെ തന്നെയാണ്. ലാസ്റ്റ് ടൈം ചേട്ടൻ വയ്യാണ്ടാവണേക്ക് മുമ്പ് അവിടെ നിന്ന് എന്തൊരു പോർക്ക് ഫ്രൈ വാങ്ങിച്ചിട്ട് ചേട്ടന് 2 ദിവസം നല്ല വയറിന് നല്ല അസ്വസ്ഥതയും ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, ലൂസ് മോഷനൊക്കെ ആയിരുന്നു. അതിനുശേഷം ചേട്ടന് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ കുറച്ച് ഒരു എന്താ പറയുക വിഷമമാണ്. പിന്നെ വീട്ടിൽ ഓൾറെഡി പോർക്ക് ഫ്രൈ ഒക്കെ ഇരിക്കണ കാരണം ചേട്ടന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. വീട്ടിൽ പോയിട്ട് അത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ മൂവി കാണുന്ന സമയത്ത് തന്നെ നമ്മൾ പോപ്കോണും അതും ഇതൊക്കെയായിട്ട് വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം വലിയ വിശപ്പും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പപ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചായിരുന്നു. നമ്മൾ പോയത് കൈരളി, അതായത് ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള തിയേറ്റർ ഉണ്ടല്ലോ, അവിടെയാണ് പോയത് കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് റൗണ്ട് ചുറ്റി പോകുമ്പോൾ രാഗം, പിന്നെ അതുപോലെ ജോസ് തിയേറ്ററൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ ടിക്കറ്റൊക്കെ ഓൾറെഡി തീർന്നിരുന്നു. ഇത് നമ്മുടെ പവർ ഹൗസാണ്. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഇതിൻ്റെ എൻട്രൻസ് എൻഡിങ് വരുന്ന മതിൽ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ വിയ്യൂർ സെൻട്രൽ ജയിൽ കേട്ടോ. ഇപ്പോൾ രാത്രി ഞാൻ എത്രത്തോളം എനിക്ക് ക്ലിയർ ആയിട്ട് ആ വെള്ള മതിൽ തുടങ്ങുന്നില്ലേ, അവിടെ നിന്ന് തൊട്ട് വിയ്യൂർ സെൻട്രൽ ജയിലിൻ്റെ ഭാഗമാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3-3.5 കിലോമീറ്റർ ഉള്ളൂ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക്. ഇതാണ് ശരിക്കും മെയിൻ റോഡ്. പക്ഷെ ഞാൻ ഈ വഴിയല്ല കോടതി പോകുന്നത്, ഞാൻ വേറെ MLA റോഡ് എന്ന് പറഞ്ഞിട്ട് പുഴയ്ക്കൽ വഴിക്ക് കയറാൻ പറ്റും, അവിടേക്ക് പോകുന്ന റോഡ്, ആ വഴിയെ പോകുന്നത്. കാരണം അത് അധികം ട്രാഫിക് ഇല്ലാത്ത ഉള്ളിലൂടെയുള്ള വഴി. എനിക്ക് തോന്നുന്നു ഒരു 2 കിലോമീറ്റർ കൂടുതലെങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എന്നിരുന്നാലും രാവിലെ ഈ വഴിക്കൊക്കെ പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, നല്ല ട്രാഫിക് ബ്ലോക്കൊക്കെയാണ്. അപ്പോൾ അത് കാരണം ഞാൻ ഈ വഴി വരില്ല. പിന്നെ രാവിലെ ബസ്സുകാരുടെ മത്സരോട്ടമാണ് ഈ വഴി. മിക്കപ്പോഴും ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അപ്പുറത്തെ സൈഡിൽ ആ കാണുന്ന എൻട്രൻസ് കണ്ടോ, ഇവിടെ ജയിലിൽ നിന്ന് ഉണ്ടാക്കുന്ന ഫുഡ് കണ്ടോ, ഇതാണ് ജയിലിലോട്ട് കയറുന്ന വഴി കേട്ടോ. ഇപ്പം ഇരുട്ടൊക്കെ ആയാലും ഒന്നും കാണാൻ പറ്റുന്നില്ല. പിന്നെ ജയിലിൽ ഉണ്ടാക്കുന്ന ചപ്പാത്തി ആയിക്കോട്ടെ, എല്ലാ സാധനങ്ങളും ഇവിടെ ആ എൻട്രൻസ്, അവിടെ ആ ഒരു
കട പോലെ കണ്ടോ, അവിടെ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് അത് എത്രത്തോളം ക്ലിയർ ആണെന്നല്ല, ഒട്ടും ക്ലിയർ അല്ല, ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ അത് അധികം എടുത്തില്ല. പിന്നെ ഇപ്പം ഞങ്ങൾ ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ വീട്ടിലേക്ക്. മഴയൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് വീട്ടിലേക്ക് എത്താൻ പറ്റി. ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. വീട്ടിൽ പോയിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ കിടന്നുറങ്ങിയതിട്ടാ. 12:30 1 മണി ആവറയപ്പോഴേ കിടന്നുറങ്ങിയതിട്ടാ. അപ്പോൾ ഓക്കെ ബൈ, നമുക്ക് അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം. ഓക്കെ ബൈ.